സഖാവ് പി കൃഷ്ണപിള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കാൻ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ. കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ എന്താണെന്ന് മനസ്സിലാക്കാതെ അതിനെ വിമർശിക്കുന്നവർക്ക് കൃഷ്ണപിള്ളിയെ പോലുള്ള നേതാക്കളുടെ പ്രവർത്തനം ഒരു പാഠമാണ് ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് സോഷ്യലിസം, എന്താണ് കമ്മ്യൂണിസം, എന്തുകൊണ്ടാണ് ഈ സമൂഹത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം ഉണ്ടാവണമെന്ന് കർശനമായിട്ട് നമ്മൾ പറയുന്നത്? അത് കൂടുതൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പരാജയം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് പരാജയപ്പെട്ടുകൂടാ എന്ന് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെല്ലാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരുടെ പട്ടിണി മാറ്റി, അവരുടെ കഷ്ടതകൾ മാറ്റി, സ്വന്തം അധ്വാന ഫലം അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സുഭിക്ഷമായ ജീവിതം നയിക്കാൻ കഴിയുന്ന മനുഷ്യരായി ലോകത്തിലെല്ലാവരും മാറണമെന്ന് പറയുന്ന തത്വശാസ്ത്രമാണ്. ചരിത്രത്തിലേക്ക് ഞാൻ ഒരുപാട് പോകുന്നില്ല. പക്ഷേ 1848 2 നൂറ്റാണ്ടിന് മുമ്പ് കാൾ മാർക്സും എംഗൽസും കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ ഈ ലോകത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്നും വളരെ പ്രസക്തമാണ്. അവർ മറ്റൊന്നുമല്ല പറഞ്ഞത്. യേശുക്രിസ്തുവും മുഹമ്മദ് നബിയും ശ്രീബുദ്ധനും എല്ലാം പറഞ്ഞതിൻ്റെ തുടർച്ച മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാ മനുഷ്യരും ഒരേ അവകാശമുള്ളവരായിരിക്കണം, വിവേചനം പാടില്ല, ജാതിപരമായ വിവേചനം പാടില്ല, സാമ്പത്തികമായ ഉച്ചനീചത്വം കാരണം പട്ടിണി കിടന്ന് മരിക്കാൻ പാടില്ല, സന്തോഷപ്രദമായി ഭൂമിയിൽ ജീവിച്ച് മരിക്കാൻ ജനിക്കുന്ന ഓരോ മനുഷ്യർക്കും അവകാശമുണ്ട് എന്നതാണത്. പക്ഷെ അതങ്ങനെ വെറുതെ പറഞ്ഞാൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമല്ലല്ലോ. ഭൂമിയിൽ നിലനിൽക്കുന്ന കഷ്ടതകൾക്ക് കാരണം എന്താണ് എന്ന് പഠിക്കുകയാണ് മാർക്സും എംഗൽസും ചെയ്തത്. ചിലർ പറഞ്ഞു ഭൂമിയിലെ മനുഷ്യരുടെ കഷ്ടതകൾ ദൈവം സൃഷ്ടിച്ചതാണ് എന്ന്. അതുകൊണ്ട് സഹിച്ചുകൊള്ളുക. ചിലരെ നന്നായി ജീവിക്കാൻ ദൈവം വിധിച്ചു, ചിലരെ പട്ടിണി കിടക്കാൻ ദൈവം വിധിച്ചു എന്ന് മതമേലധ്യക്ഷന്മാരൊക്കെ ചിലയിടങ്ങളിലെല്ലാം പറഞ്ഞു. എല്ലാ മതത്തിലും പെട്ടവർ ആ കൂട്ടത്തിൽ ഉണ്ടാവാം. പക്ഷേ മാർക്സും എംഗൽസും പറഞ്ഞു അങ്ങനെ ഒരു ദൈവവും വിധിക്കില്ല. ദൈവം എന്ന് പറയുന്നത് മഹത്തായ ഒരു സങ്കല്പമാണ്, എല്ലാവർക്കും നന്മ വരുത്തുന്ന ഒരു സങ്കല്പമാണത്. ഒരു കൂട്ടം ആളുകൾ കഷ്ടതയിൽ ജീവിക്കട്ടെ എന്ന് ദൈവം വിധിക്കില്ല. ആ വിധി ദൈവത്തിൻ്റെതല്ല, ഈ ഭൂമിയിലെ ദുഷ്ടന്മാരായ മനുഷ്യരുടേതാണ്. അതുകൊണ്ടാണ് മാർക്സ് പറഞ്ഞത് ഈ ഭൂമിയിലെ മനുഷ്യരിൽ ചിലർ കടുത്ത ചൂഷകരായി മാറിയിരിക്കുന്നു. കോടാനുകോടി മനുഷ്യർ അനുഭവിക്കേണ്ടുന്ന സമ്പത്ത് കവർന്നെടുത്ത് അത് ദുർവിനിയോഗം ചെയ്ത് ജീവിക്കുന്ന വൻകിട ഭൂസ്വാമിമാരും വൻകിട കോർപ്പറേറ്റ് മുതലാളിമാരുമാണ് കഷ്ടതയ്ക്ക് കാരണം. പട്ടിണിയായതിന്, കടബാധ്യതയാവുന്നതിന്, വിദ്യാഭ്യാസം ലഭിക്കാത്തതിന്, പൊതുവഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്തതിന്, അതിനെല്ലാം കാരണമായിരിക്കുന്നത് അപ്പോ ഈ കഷ്ടത പരിഹരിക്കാൻ സാധിക്കും. അതിന് ഒറ്റ മാർഗമേ ഉള്ളൂ. വിഷമം അനുഭവിക്കുന്നവരെല്ലാം ഒരുമിച്ച് ചേരുക, സംഘടന ഉണ്ടാക്കുക, വിഷമിപ്പിക്കുന്നവർക്കെതിരായിട്ട് വലിയ സമരം നടത്തുക. ഈ ലളിതമായ കാര്യമാണ് ഇടതുപക്ഷക്കാർ ലോകത്തോട് പറഞ്ഞത്. ഇത് കേട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തും പണിയെടുക്കുന്ന തൊഴിലാളികൾ, കർഷകർ അവരെല്ലാം സംഘം ചേർന്നു. മുതലാളിമാർക്കും ഭൂപ്രഭുക്കൾക്കും എതിരായിട്ട് വലിയ സമരങ്ങൾ നടന്നു. ആ സമരങ്ങളുടെയൊക്കെ പരിണത ഫലമാണ് നമ്മൾ ഇന്ന് നേടിയെടുത്തിരിക്കുന്ന ഈ ജീവിതം. ചില രാജ്യങ്ങളിലും ചില പ്രദേശങ്ങളിലും കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം നേടിയെടുക്കാൻ സാധിച്ചു. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് തന്നെ ഇടതുപക്ഷ ആശയഗതികൾ കേരളത്തിലേക്കടക്കം വന്നതിൻ്റെ ഫലം കൂടിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പോരാട്ടം തുടങ്ങിയത്. ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും എല്ലാം ആഹ്വാനം ചെയ്ത സമരത്തിൽ ബ്രിട്ടനെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കണം എന്നാഗ്രഹിക്കുന്ന, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന കോടാനുകോടി മനുഷ്യർ
മനസ്സിലാക്കിയത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് പോവുക പ്രയാസമാണ്. അതിന് പകരം ബ്രിട്ടീഷുകാർക്കെതിരായി അതിശക്തമായിട്ടുള്ള തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും സമര മുന്നേറ്റങ്ങളിലൂടെ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം ലഭ്യമാവുകയുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിനകത്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ മാർക്സും എംഗൽസും ഒക്കെ ആഹ്വാനം ചെയ്ത തൊഴിലാളികളും കർഷകരും സംഘടിച്ച് ഭൂപ്രഭുക്കന്മാരുടെ ചൂഷണത്തിനും ജാതി മേധാവിത്വത്തിനും പട്ടിണിക്കുമെല്ലാം എതിരെ പോരാട്ടം നടത്താൻ കെൽപ്പുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടാക്കണം എന്ന ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് തുടക്കത്തിൽ ഇന്റർനാഷണൽ കോൺഗ്രസിനകത്ത് തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി പ്രവർത്തനം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തത്. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. അതിന്റെ സെക്രട്ടറിയായി സഖാവ് പി കൃഷ്ണപിള്ള ചുമതലയേൽക്കുകയുണ്ടായി. 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തനതായ പ്രവർത്തനം ഇന്നത്തെ പിണറായിയിലെ പാറപ്പുറത്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരുടെ മീറ്റിംഗ് ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിൽ തന്നെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിച്ചപ്പോഴാണ് അതിൻ്റെയും സെക്രട്ടറിയായി സഖാവ് പി കൃഷ്ണപിള്ള വന്നത്. 1906 ഒരു വളരെ പാവപ്പെട്ട ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച സഖാവ് പി കൃഷ്ണപിള്ള 5ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം പഠിക്കാൻ നിവൃത്തിയില്ലാതെ കുടുംബത്തിലെ ദാരിദ്ര്യമൊക്കെ കൊണ്ട് ജോലി തേടി അലയുകയായിരുന്നു. അദ്ദേഹം വാരാണസിയിലേക്ക് പോയി അവിടെ നിന്ന് ഹിന്ദി പ്രധാൻ പഠിക്കുന്നതിന് വേണ്ടി പഠനം നടത്തി. തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദേശസ്നേഹിയായിട്ടുള്ള ചെറുപ്പക്കാരൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. സ്വാതന്ത്ര്യ സമര സേനാനിയായി. പിന്നീട് ഇടതുപക്ഷ ആശയഗതികൾ മനസ്സിലാക്കിയപ്പോൾ ഇടതുപക്ഷക്കാരനായിട്ട് മാറുകയും ചെയ്തു. എന്താണ് ഇടതുപക്ഷം? തെരഞ്ഞെടുപ്പിലെ തോൽവിയും വിജയവും മാത്രമല്ല, ഇടതുപക്ഷം എന്ന ആശയം ഉൾക്കൊള്ളാൻ ആർക്കാണ് സാധിക്കുക? അതെന്തുകൊണ്ട് നിലനിർത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരു അത്ഭുതമൊന്നുമല്ല, ഏത് മനുഷ്യന്റെ മനസ്സിലാണ്. നിലനിൽക്കുന്ന സമൂഹത്തിലെ കൊള്ളരുതായ്മക്കെതിരെ സംസാരിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഊർജമുള്ളത് അല്ലെങ്കിൽ ആഗ്രഹമുള്ളത് അയാൾ ഇടതുപക്ഷമാണ്. ഇന്ന് നിലനിൽക്കുന്ന മനുഷ്യത്വരഹിതമായ എല്ലാറ്റിനെതിരെയും പ്രതികരിക്കുന്ന പക്ഷമാണ് ഇടതുപക്ഷം. എല്ലാ മനുഷ്യരും ഭൂമിയിൽ ജനിക്കുന്നവർ ആഹാരം കഴിച്ചും വിദ്യ അഭ്യസിച്ചും 18 വയസ്സാകുമ്പോൾ ഒരു തൊഴിൽ നേടിയും ജീവിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ നമ്മൾ ഇടതുപക്ഷമാണ്.